നീ എന്താ ഇന്ന് ഓഫീസിൽ പോകാത്തെ? പോയിട്ടിപ്പം എന്തിനാ? മിയോട് ഞാൻ എന്താ പറയുക? കുറേ നേരമായിട്ട് റോഷനും മീനെ മാറി മാറി വിളിക്കുന്നുണ്ട്. ഞാനെന്താ അവരോട് പറയുക? നീ ഇങ്ങനെ ഫോൺ എടുക്കാണ്ടെന്നല്ല ശരിയാവൂ. എടുത്താലെല്ലാം ശരിയാവൂ. അല്ല, നിനക്കെങ്ങനെയാ ജീനെ പരിചയം? അവള് റുബാന്റെ കൂടെ അല്ലായിരുന്നു നിന്നിരുന്നത്, അങ്ങനെ അറിയാം. അപ്പോൾ റുബാൻ എവിടെയാണെന്ന് നേരത്തെ അറിയായിരുന്നു അല്ലേ? ആ, അറിയായിരുന്നു. എന്നാ പിന്നെ നിനക്കോളം നേരത്തെ പിടിച്ചു കൊടുത്തുവിടായിരുന്നു. എന്നാ പിന്നെ ഇത്രയും പ്രശ്നം ഉണ്ടാവുമായിരുന്നു. അതെ, ഞാനൊരു പെണ്ണ, അവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലോ? അതിന് നീയല്ലല്ലോ. നിനക്കൊന്നും അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എന്നെ പോലൊരു പെണ്ണാവളും. ഒരു തെറ്റും ചെയ്യാതെ ഒരു പെണ്ണിനെ ദ്രോഹിക്കാനൊന്നും എനിക്ക് കഴിയൂല. ഓ ശരിക്കും? എന്നിട്ടാണല്ലോ ജീനൊരു കാര്യമില്ലാതെ ഇവിടെ പെട്ടുപോയത്. അതിൽ നിനക്കൊന്നും ചെയ്യാനില്ലേ? ലിയോ, നിന്റെ ദേഷ്യം ഒന്ന് മാറ്റിവെച്ച് സമാധാനമായിട്ടൊന്ന് ചിന്തിച്ചു നോക്ക്. എന്ത്? നിങ്ങൾ റുബാനെ കൊണ്ടുവരാൻ പോയപ്പോൾ അവിടെ നിങ്ങളെ ടീം അല്ലാണ്ട് വേറെ ഏതോ ആൾക്കാരെ ടീം കൂടി ഉണ്ടെന്ന് ലൈംചാൻ സമസ്യനോട് പറഞ്ഞ് ഞാൻ കേട്ടത്. അത് സത്യമാണോ? അതെ. അപ്പൊ അവരുടെയും നമ്മളുടെയും ടാർഗറ്റ് സെയിമാ, റുബാൻ അല്ലേ? അതിനെ റുബാനായിട്ട് അവർക്ക് എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു കണ്ടാണ് ഇവാനിച്ച ജെയിൻ ഇവിടെ പിടിച്ചേക്കുന്നത്. അതുപോലെ മറ്റേ ആ ടീമും അവളെ വെറുതെ വിടുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയുള്ളവരുടെ കയ്യിലേക്ക് ഇട്ടുകൊടുക്കുന്നതിനെക്കാട്ടും നല്ലതല്ലേ അവൾ ഇവിടെ തന്നെ ഉണ്ടാവുന്നേ? എന്തേ, നിനക്കിപ്പോൾ ഒന്നും പറയാനില്ലേ? അങ്ങനെയാണെങ്കിൽ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നല്ല രീതിയിൽ വിളിച്ചു കൊണ്ടുവന്നാൽ പോരായിരുന്നു. അതിന് നമ്മൾ അവിടെ പാർട്ടി നടത്താനൊന്നല്ല കൊണ്ടുവരുന്നേ. നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും അവരുടെ ലൈഫിൽ ഒരിക്കലും നോർമലല്ല. പറഞ്ഞ ഉടനെ അങ്ങോട്ട് കൂടെ വരാൻ. ഞാൻ പറയുന്ന വല്ലതും നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? എടി, ഞാൻ അവളെ ചതിച്ചതുപോലെ അവളെ കരുതുന്നേ. അതൊക്കെ നമുക്ക് ശരിയാക്കടാ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. എന്ത്? എനിക്കിത് റുബാൻ തന്നതാ. ഞാനതിനെപ്പറ്റി എബിച്ചാനോട് കൂടി പറഞ്ഞിട്ടുണ്ട്. എബിച്ചാൻ ഇതിനെപ്പറ്റി അന്വേഷിക്കാന്നാ പറഞ്ഞത്. കാര്യം എന്താന്ന് പറയും. ഇത് അല്ല, ഇതാരുടെയാ? ജെയിൻ്റെയാ. ഇത് റുബാൻ കാണിച്ചു തന്നത് ജെയിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട്. ഞാനപ്പം തന്നെ എബിച്ചാനോട് കാര്യവും പറഞ്ഞു. ഇതിനെപ്പറ്റി അന്വേഷിക്കാമെന്നും പറഞ്ഞ, പക്ഷെ അന്വേഷിക്കുന്നതിന് മുമ്പ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയി. ഒരു മിനിറ്റ്, ഡോട്ട്സ് കണക്റ്റ് ആവുന്നില്ല. നീ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ റുബാൻ എവിടെയാന്ന് എബിച്ചാന് മുമ്പേ അറിയായിരുന്നു എന്നല്ലേ? അത് അങ്ങനല്ല. സത്യം പറയടി, രണ്ടാളും കൂടെ എന്താ ഒളിപ്പിക്കുന്നത്? എടാ, അത് പിന്നെ നീ ഇപ്പം എൻ്റെ അടുത്ത് കാര്യം പറയില്ലെങ്കിൽ ഞാനിതൊക്കെ സാമശാനോട് പറഞ്ഞു കൊടുക്കും. ബാക്കി അങ്ങനെ നോക്കിക്കോളും. എൻ്റെ പുന്നാരത്തിൻ്റെ പ്ലീസ് ചതിക്കരുത്. അങ്ങേരെ അടുത്ത് പറയുന്നത് നീ ഞങ്ങളെ രണ്ടുപേരും യുദ്ധത്തിന് അയക്കുന്നൊക്കെ കണക്കാം. എന്നാൽ പിന്നെ പനിയാതിക്ക് നല്ല കുട്ടി സത്യം കൂടെ പറഞ്ഞോ? പറയാം. വാതിൽ തുറക്ക്. ജീൻ, വാതിൽ തുറക്ക്. നീ എത്ര നേരം ഇതിനുള്ളിൽ ഇങ്ങനെ ഇരിക്കും? ഞാൻ പറഞ്ഞാൽ കേൾക്കാൻ എന്താ ചെയ്യുന്നത് നിനക്ക് ഇത്ര മടി? ഞാൻ ഒത്തിരി പേടിപ്പിച്ചോ നിന്നെ? സോറി. കാര്യം പറഞ്ഞാൽ കൂടെ നീ വരില്ലെന്ന് അറിയുന്നുണ്ടോ നിന്നെ പിടിച്ചുകൊണ്ട് വന്നത്? എന്തെങ്കിലും ഒന്ന് പറ ചെയ്യും.
നീ ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോഴാ എനിക്ക് നിന്നെ നീ വല്ലതും കഴിച്ചോ? രാവിലെ വല്ലാണ്ട് ചേർന്നുണ്ടായിരുന്നല്ലോ നീ. എന്തേ ഇപ്പൊ നടക്കൊന്നും പറയാനില്ലേ? ആ വരുന്നില്ലേ? ഇപ്പൊ തന്നെ ലേറ്റായി. ഞാൻ വരില്ല. അപ്പോ പോട്ടെ. ഞാൻ രാത്രി വരാം. സർ പറ, എന്താ കാര്യങ്ങൾ? സർ, റുബാന അവരുടെ കസ്റ്റഡിയിലാണുള്ളത്. ആൻഡ് അവരുടെ വീട്ടിൽ തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. അവരുടെ സെക്യൂരിറ്റീസ് എല്ലാം ഭയങ്കര ടൈറ്റാ. നമ്മുടെ ആൾക്കാർക്ക് ഉള്ളിൽ കയറാൻ കഴിയുന്ന തോന്നുന്നില്ല. വാട്ട് അബൌട്ട് ദ അതർ ഗേൾ? റുബാന കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയോ? സർ, ഷീസ് ഓൾസോ മിസ്സിംഗ്. മിസ്സിംഗ്? ബട്ട് വൈ? ഡോണ്ട് നോ സർ. ഐ തിങ്ക് റുബാനെ കൊണ്ടുപോയ അതേ ടൈമിൽ തന്നെയാണ് ആ കുട്ടിയും കാണാതിരിക്കുന്നത്. പക്ഷെ റുബാന്റെ കൂടെ ആ കുട്ടി ഇല്ലായിരുന്നു ദാറ്റ് ടൈം. സോ ഷീസ് എ മിസ്സിംഗ് ഡോട്ട്. അവളെയും കൂടി ഇതിലേക്ക് കൊണ്ടുവരേണ്ടി വരുന്നു തോന്നുന്നല്ലോ. ഒരു കാര്യം ചെയ്യും, അവളുടെ ഫുൾ ഡീറ്റെയിൽസ് എടുക്കും വിത്ത് ഹർ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. യെസ് സർ, ബട്ട് സാറിന്റെ മോള് എന്താ ചെയ്യണ്ടേ? ഡോണ്ട് മേക്ക് ഇറ്റ് ഹറി. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണം. കൈ കിട്ടും എല്ലാത്തിനെയും. എന്താ? ഒന്നുമില്ല. വെറുതെ വന്ന കയറി നോക്കാൻ ഇതെന്താ മ്യൂസിയോ? എനിക്കൊരു ഫോൺ വേണമായിരുന്നു. കൊച്ചെയ്തന്റെ റൂമാ, മൊബൈൽ ഷോപ്പല്ല. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്കൊരു കോള് ചെയ്യാൻ വേണ്ടിയിട്ടാ ഫോണ്. നിന്റെ ഫോൺ എവിടെ? എനിക്കറിയില്ല. അത് ശരി, സ്വന്തം ഫോൺ കൊണ്ടുപോയി കളഞ്ഞിട്ട് ബാക്കിയുള്ളവന്റെ അടുത്തേക്ക് വരുന്നോ? ഞാനൊരു ഫോൺ എവിടെ കൊണ്ടുപോയി കളഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങളുടെ ഇവാൻ സാർ എടുത്തു വെച്ചതാ. എന്നാ പോയി അവനോട് ചോദിക്ക്. ഇവിടെ വന്ന് കളിച്ചാൽ എന്തെങ്കിലും കിട്ടൂ. ചോദിച്ച ഉടനെ തരുമോ? അതില്ല. എന്താടി ഉണ്ടക്കണ്ടി നോക്കി പേടിപ്പിക്കുന്നേ? ദാ പിന്നെ ആ ഉണ്ടക്കണ്ണ ചൂർട്ടലടി, ഞാൻ പേടിച്ചു. ഉണ്ടക്കണ്ണി, ഞാൻ നിങ്ങളുടെ അടുത്ത് നല്ലോണല്ലോ സംസാരിച്ചേ. എന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ വിളിക്കുന്നേ? എന്താടി നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? ഉണ്ടക്കണിക്ക് ദേഷ്യം വരുന്നുണ്ടോ? ഉണ്ടക്കണിക്ക് ദേഷ്യം വരുന്നുണ്ടോ? ഉണ്ടോ? അയ്യോ സോറി, ഞാൻ അത് അറിയാണ്ട്
പെട്ടെന്ന് നാവിന്ന് വന്നതാ. സോറി. നീയാള് കൊള്ളാലോടി. ആഹാ, എത്ര പെട്ടെന്നാ നിന്റെ സ്വഭാവം മാറിയത്. എടീ നിക്കടി. എന്താടി? എൻ്റെ അടുത്തേക്ക് വന്നാ ഞാൻ ഇതെടുത്തറിയും. ഓഹോ, എന്റെ വീട്ടിലെ സാധാരണ നീ ഏതല്ലേ അറിയോ? ആ, ഞാനറിയാം. എടീ, നിന്നെ ഇവിടെയൊക്കെ പിടിച്ചോണ്ടെന്നതാ. ആ മോദം വേണം വേണ്ടേ? അതെനിക്കറിയാം. അല്ലാണ്ട് ഒറ്റയ്ക്ക് ഇതിനകത്തേക്ക് കയറി എനിക്ക് വട്ടൊന്നുമില്ലല്ലോ. കണ്ട രാവിലെ ഇവിടെ കുത്തുന്ന വിറച്ചോള് നിന്ന് തുള്ളണത് കണ്ട. തുള്ളുന്നതല്ലോ, എന്നെ കൂടെ തുള്ളിക്കുന്നല്ലേ. തുള്ളിക്കാ നീ എന്താടി തളവേ? എന്ത് അല്ല തളവ അല്ല തവള. തവള നിങ്ങളുടെ മറ്റവളാണോ? നീ പോടി ഉണ്ടോ കണ്ണി? അയ്യോ ഉണ്ട്. ഇല്ല കൊണ്ടില്ല. തീർന്നടി, നീ തീർന്നടി. അതൊക്കെ നീ ചത്തടി. എന്താ ചെയ്? എന്തിനാ നീ ഇങ്ങനെ ഓടുന്നേ? അത് എന്താടി? എന്താ പറ്റി? എന്താടാ, എന്തിനാ നീ ഇവിടെ ഇങ്ങനെ ഓടിക്കുന്നേ? ഈ ചായ ഇവിടെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. ഇവിടെ എന്നെ പട്ടിന്ന് വിളിച്ചു. എന്ത് പട്ടി? അതെന്റെ ഉണ്ട കണ്ടിന്ന് വിളിച്ചിട്ടാ. ഈ അല്ലടി തൊണ്ട കണ്ണി എന്നതിന് ശേഷം സാധനം എടുത്ത് എറിഞ്ഞത്. അത് കൊണ്ടില്ലല്ലോ. കൊണ്ടിരുന്ന നീ എന്താ ചെയ്തേ? കൊണ്ടില്ലല്ലോ. കൊണ്ടിരുന്നെങ്കിലോ? ചത്തൊന്നും പോകത്തില്ലല്ലോ. ഒരേ പോയ അതിന് വേദനയ്ക്കും. Yes, of course, I'm very, very strong. പിന്നെ ഹൾക്കാണല്ലോ. ആണെങ്കി എന്താ പിന്നെ ഒരു ബക്കറ്റ് പച്ച പെയിന്റ് അടിച്ചാൽ പുതിയ പോയിരുന്നോ? നീ പോടി മോയന്റെ കയ്യും കാലും വെച്ചോണ്ടായ സാധനം. പോടാ, നിങ്ങൾ പിന്നെ ഷാറുഖ് ഖാന്റെ പുതിയ വർഷം കാണാലോ. നീ ഏതാടി അതിന്? ഇതാരോ ഇവിടെ എപ്പം തന്നെ മറ്റോടെ കൂടെ ബേസ്മെന്റിൽ ഇട്ട് പൂട്ടണം. ഇവിടെ അധികം ഇവിടെ നിർത്തിക്കൂടാ. നിങ്ങളിത് രണ്ടുപേരും കുറെ നേരമായാലോ. എന്താണാ നിങ്ങളെ പ്രശ്നം? ഇതരാ നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ? രാവിലെ പേടിച്ച് വിറച്ച നിന്നാളാ ഇപ്പം കിടന്ന് ചീർന്ന് കണ്ട. അതാ ചോദിക്കുന്നത്, ഇതിന് മാത്രം എന്താ ഉണ്ടായേന്ന്. റൂമിൽ വെറുതെ കിടന്ന് എന്നെ ഇളക്കി വിട്ടത് ഇവളാ. ഞാനൊന്നുമല്ല, ലയം സാർ ആദ്യം തുടങ്ങിയത്. ലയം സാറോ? അതൊക്കെ എപ്പോ? ഇങ്ങനെയല്ലേ നല്ലൊരു നേരത്തെ എന്നെ വിളിച്ചത്. അതെന്നെ നേരത്തെ ദേഷ്യം പിടിപ്പിച്ചിട്ടാ. സോറി. നീ എന്തിനാടാ ദേഷ്യം പിടിപ്പിക്കാൻ പോയേ? ഞാൻ ഒന്നിനും പോയിട്ടില്ല. അല്ല, എന്റെ ഉണ്ട കണ്ണീന്ന് വിളിച്ചു. എനിക്കത് ഇഷ്ടമല്ല. പിന്നെ മത്തം പോലത്തല്ല ഉണ്ട കണ്ണും വെച്ച് തുറച്ചു നോക്കിയാൽ ആരായാലും അങ്ങനെ വിളിച്ചു. ദാദാ കണ്ട ആ ഉണ്ട കണ്ണു വെച്ച് കണ്ണുരുട്ടി പൊട്ടിക്കുന്ന കണ്ട. സോറി ലിയോ, നിർത്ത്. മതി അവളെ കളിയാക്കത്. നിർത്ത്. എന്റെ ലേമിച്ചായ അവക്ക് ഉണ്ടക്കണ്ണിന്ന് വിളിക്കുന്നത് തീരെ ഇഷ്ടമല്ല. ദേഷ്യം വരും അവക്ക്. ദേഷ്യം പിടിച്ചിട്ട് അടി ഉണ്ടാക്കിയിട്ടായാലെങ്കിലും അവിടെ നിന്ന് നോർമൽ ആയല്ലോ. എങ്ങനെ നേരാക്കുന്ന ആലോചിച്ചിരിക്കരുത്. ആ പെണ്ണ് വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. പാവാണെങ്കിലും കയ്യിന്ന് പോയ പോലെയുണ്ട്. കുഞ്ഞിനെ പോലെ. എടി നീ ഇങ്ങനെ കരയല്ലേ, നമുക്ക് അന്വേഷിക്കാം. റോഷ അവളെ കാണാതായിട്ട് 2 ദിവസമായി. ഒരു ട്രേസും ഇല്ല. ഞാനിവിടെ ഇങ്ങനെ നോക്കിയിരിക്കാനോ? ഞാനിത് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോവാ. നിക്ക്, നമുക്ക് കംപ്ലൈന്റ് എടുക്കാം. ആദ്യം ഇവിടെ കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്യണം. എന്തായാലും അവളെ ലാസ്റ്റ് ആയിട്ട് ഇവിടെ അല്ലേ ഉണ്ടായിരുന്നത്. അതോടെ പറഞ്ഞിട്ട് നമുക്ക് ബാക്കി നോക്കാം. അതിന് ആരെങ്കിലും ഒരാൾ വരണ്ടേ?
ലിയോ ആണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. ബാക്കിയുള്ള എല്ലാവരും ഒരുമിച്ച് ലീവ് എടുത്താൽ ഞാൻ എന്താ ചെയ്യാ? ഇതാ നോക്ക്, സാംസങ്ങിന്റെ കാറാ വരുന്നത്. അവരിപ്പോ കമ്പനിയിൽ ഉണ്ടാവും. വാ നമുക്ക് പോവാം. സാമച്ചായോ, ആ ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ എല്ലാ പേപ്പേഴ്സും എടുത്തേക്കണേ. ഏബലിച്ചായനെ കാണിക്കണം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ ആദ്യം ജീൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാൻ നോക്ക്. എന്ത് തീരുമാനം? നീ അവളെ കൂട്ടിക്കൊണ്ടു വന്നതല്ല, പിടിച്ചോണ്ടെന്താ. ഇറ്റ്സ് എ ക്ലിയർ കേസ് ഓഫ് കിഡ്നാപ്പ്. പോലീസ് കേസായ കേസ് കൊടുക്കാൻ മാത്രം അവൾക്ക് ആരുമില്ല. അത്ര ഉറപ്പിച്ചൊന്നും പറയണ്ട നീ. താഴെ റോഷനെയും മിയെ ഞാൻ കണ്ടായിരുന്നു. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ജെയിൻ മിസ്സാണെന്ന് റിപ്പോർട്ട് ചെയ്യാൻ അവരിപ്പോൾ ഇങ്ങോട്ട് വരും. വരട്ടെ, ബാക്കി അപ്പം നോക്കാം. മേ കമിൻ സർ? അമേൻ, എന്താ? സർ, ആക്ച്വലി ജെയിൻ മിസ്സിംഗ് ആണ്. 2 ദിവസമായി. ലാസ്റ്റ് സാറിന്റെ പി ആയിട്ടാ അവിടെ നിന്നിരുന്നത്. അതിനുശേഷം അവളെ ഞങ്ങളാരും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. കോണ്ടാക്ട് ചെയ്ത് കിട്ടുന്നുമില്ല. ഹരി പറഞ്ഞത് സാറിന്റെ കൂടെ അവള് ഇറങ്ങിയിട്ടുണ്ടാവാന്ന്. പക്ഷേ മിസ്സിംഗ് സർ. അവളുടെ വീട്ടിൽ പോയി നോക്കിയില്ലേ? വീട്ടിൽ പോയി നോക്കി, പക്ഷെ അവിടെ ആരുമില്ല. കോൾ ചെയ്ത് നോക്കിയോ? അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. എന്നാ അവള് മിസ്സായത്? സർ, മിസ്സായത് മെനിനാന്നാ. ഇന്നത്തെ ഇത് 2ാമത്തെ ദിവസമാവുന്നു. നിങ്ങൾ അവളുടെ ചേച്ചിയോട് ചോദിച്ചില്ലേ? സാറിന് അവളെ ചേച്ചി അറിയോ? ആ, അവളെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. 1 മിസ് റുബാൻ അല്ലേ? റുബാനെയും കൊണ്ട് എവിടെയോ പോകണമെന്ന് പറഞ്ഞ് അവൾ അന്ന് തന്നെ നേരത്തെ ഇറങ്ങിയതാണല്ലോ. സർ, അന്ന് എൻ്റെ വീട്ടിലേക്ക് വരാമെന്നായിരുന്നു 2 പേരും പറഞ്ഞത്. പക്ഷെ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടില്ല. സർ, നിങ്ങളുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി പോവാന്ന് തീരുമാനിച്ചു. നിങ്ങളൊരു കാര്യം ചെയ്യും, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. ഞങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫല്ലേ, വി ഹാവ് സം റെസ്പോൺസിബിലിറ്റീസ്. പിന്നെ പോലീസിന് ഞങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്തോളാം. ഞങ്ങൾ പോലീസുമായിട്ട് അന്വേഷിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ പോകാൻ ചാൻസ് ഉള്ള ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് പോയി നോക്ക്. ഓക്കെ സർ. നീ എന്താ ഇനി പോലീസ് പറയാൻ പോവാ? ചുമ്മാ അവരൊന്ന് സമാധാനിപ്പിക്കാൻ. പിന്നെന്താ ചെയ്യുന്നത്? ജെയിൻ സേഫാണെന്ന് ജെയിൻ തന്നെ അവരോട് പറഞ്ഞാൽ പോരെ? അവൾ പറഞ്ഞില്ലെങ്കിൽ അവൾ പറയും. ഇല്ലെങ്കിൽ അവളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും.